കനത്ത തോൽവിക്ക് പിന്നാലെ കേരള കോൺഗ്രസ് എമ്മിൽ ഉൾപാർട്ടി തർക്കം രൂക്ഷമാണ്. മുന്നണി മാറ്റത്തോട് സഹകരിക്കാതിരുന്ന റോഷി അഗസ്റ്റിനാണ് തിരിച്ചടിയുടെ ഉത്തരവാദിത്തമെന്ന് സംസ്ഥാന കമ്മിറ്റി അംഗം ജയകൃഷ്ണൻ പുതിയടത്ത് ആരോപിച്ചിരുന്നു. തോൽവിക്ക് പിന്നാലെ കേരള കോൺഗ്രസ് എമ്മിന്റെ സംസ്ഥാന പാർട്ടി പദവി ചോദ്യചിഹ്നമായിരിക്കുകയാണെന്ന് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗവും പ്രതികരിച്ചു. ജോസ് കെ മാണി വിഭാഗത്തിനെതിരെ ആദ്യം രംഗത്ത് വന്നത് കേരള കോൺഗ്രസ് ചെയർമാൻ PJ ജോസഫാണ്. രണ്ടില വാടിക്കൊഴിഞ്ഞെന്നും ഇനി തറവാട്ടിലേക്ക് തിരികെ വരുവാനുള്ള സമയമാണെന്നും ജോസഫ് വ്യക്തമാക്കി. കേരളത്തിൽ ഇനി ഒരു കേരള കോൺഗ്രസ് മാത്രമെന്ന് നിയമസഭാ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടെ മനസ്സിലായി എന്നും ജോസഫ് പ്രതികരിച്ചു. ജോസ് കെ മാണിയുടെ പാർട്ടി 12 സീറ്റിൽ മത്സരിച്ചു. 12 ഇല വാടിക്കൊഴിഞ്ഞു. ചിഹ്നമില്ലാതായിപ്പോയി, അംഗീകാരമില്ലാതായിപ്പോയി. പിന്നെ അപ്പുറത്തുണ്ടായിരുന്ന ഗണേഷ് കുമാറിൻ്റെ പാർട്ടിയില്ലാതായി, ആനരാജൻ്റെ പാർട്ടി. അവിടെ ഇനി കേരളത്തിൽ ഒറ്റ കേരള കോൺഗ്രസ്. ഇതിനു പിന്നാലെ അപ്പു ജോസഫും കേരള കോൺഗ്രസ് ജോസ് കെ മാണി വിഭാഗത്തിനെതിരെ രംഗത്തെത്തി. പാർട്ടിയുടെ പേരും ചിഹ്നവും തങ്ങൾക്കാണെന്ന് അവകാശപ്പെട്ട് നടന്ന കേരള കോൺഗ്രസ് എം മത്സരിച്ച സീറ്റുകൾ എല്ലാം പരാജയപ്പെട്ടു. ഇത് കാലം കണക്കു പറഞ്ഞു തീർത്തതാണെന്ന് അബു ജോസഫ് പറഞ്ഞു. ചിഹ്നവും പാർട്ടിയുടെ പേരുമൊക്കെ തങ്ങൾക്കായി എന്ന് അവകാശപ്പെട്ട് കിടന്ന ഒരു വിഭാഗം ഇന്ന് 12 തോൽക്കുകയും യഥാർത്ഥ കേരള കോൺഗ്രസ്, കർഷകരോടൊപ്പം നിൽക്കുന്ന കർഷക ശബ്ദമായ PJ ജോസഫ് നേതൃത്വം കൊടുക്കുന്ന കേരള കോൺഗ്രസ് 8 സീറ്റ് മത്സരിച്ച് 7 സീറ്റിലും ഉജ്ജ്വല വിജയം നേടുക എന്ന് പറയുന്നത് അത് കാലം ഒരു കണക്ക് പറഞ്ഞു തീർത്തതാണ്. കനത്ത തോൽവിക്ക് പിന്നാലെ മന്ത്രി റോഷി അഗസ്റ്റിനെതിരെ കേരള കോൺഗ്രസ് എമ്മിൽ വലിയ അമർഷം പുകയുകയാണ്. സംസ്ഥാന കമ്മിറ്റി അംഗം ജയകൃഷ്ണൻ പുതിയടത്ത് റോഷിക്കെതിരെ രംഗത്തെത്തി. പാർട്ടിയെ വലിയ തോൽവിയുടെ പടുകുഴിയിലേക്ക് നയിച്ചത് റോഷിയാണെന്നാണ് ജയകൃഷ്ണന്റെ ആരോപണം. അഴിമതി അടക്കമുള്ള ആരോപണങ്ങളാണ് ജയകൃഷ്ണൻ ഉന്നയിക്കുന്നത്. മുഖ്യമന്ത്രി ഭീഷണിപ്പെടുത്തിയാണ് റോഷിയെ മുന്നണിയിൽ നിർത്തിയത് എന്നടക്കമുള്ള ആക്ഷേപങ്ങളും ഉയരുന്നുണ്ട്. ജനവികാരം എന്താണെന്ന് മനസ്സിലാക്കി അതനുസരിച്ച് പ്രവർത്തിക്കാൻ വേണ്ടി പാർട്ടിയിലെ 99.9% ആളുകൾ തയ്യാറായതാണ്. അധികാരത്തിൽ നിന്നും മാറുവാൻ ഒട്ടും താല്പര്യം കാണിക്കാതിരുന്ന റോഷി അധികാരത്തോടുള്ള താല്പര്യത്തിന്റെ പേരിൽ മാത്രം ഈ പാർട്ടിയെ ഉറ്റുകൊടുത്തുകൊണ്ട് ചെയർമാനെ ബലിയാടാക്കുകയാണ് ചെയ്തത്. ജയകൃഷ്ണന്റേത് പാർട്ടിയിലെ ആദ്യത്തെ പൊട്ടിത്തെറിയാണെന്നാണ് വിലയിരുത്തൽ. വരും ദിവസങ്ങളിൽ കൂടുതൽ പേർ റോഷിക്കെതിരെ രംഗത്തെത്തുവാനാണ് സാധ്യത. അങ്ങനെയെങ്കിൽ കേരള കോൺഗ്രസ് എമ്മിന്റെ രാഷ്ട്രീയ നീക്കവും ഏറെ ചർച്ചയാകും. ന്യൂസ് 18 ഇടുക്കി. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.